2017 മുഹമ്മദ് സലാ ലിവർപൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ ലിവർപൂളിന് ഒറ്റ പ്രീമിയർ ലീഗ് കിരീടവുമില്ല. വർഷങ്ങളായിട്ടൊരു ടോപ്പ് ഫ്ലൈറ്റ് കിരീടത്തിനായിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു. 2019 ആദ്യത്തെ പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കുന്നു. ഇപ്പോഴിതാ ഇന്നലെ രണ്ടാമത്തെ പ്രീമിയർ ലീഗ് കിരീടവും അവർ സ്വന്തമാക്കി. ഇപ്പോൾ ടോപ്പ് ഫ്ലൈറ്റിലെ മൊത്തം ചരിത്രം എടുത്താൽ, അതായത് പ്രീമിയർ ലീഗ് ഇറക്കും മുമ്പുള്ള ചരിത്രം എടുത്താൽ 20ാമത്തെ ടോപ്പ് ഫ്ലൈറ്റ് കിരീടമായിരിക്കുന്നു ലിവർപൂളിന്. അതെ, യുണൈറ്റഡിനൊപ്പം ഏറ്റവും അധികം ഇംഗ്ലീഷ് ടോപ്പ് ഫ്ലൈറ്റ് കിരീടങ്ങൾ ചൂടിയ ടീം എന്ന റെക്കോർഡും അവർ സ്വന്തമാക്കിയിരിക്കുന്നു. ഈജിപ്ഷ്യൻ കിങ് ടീമിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷമുള്ള മാറ്റമാണത്. ഇത്തവണത്തെ കിരീട നേട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നോക്കുക. 34 ഗെയിമുകളാണ് ഇപ്പോൾ കഴിഞ്ഞത്, ഇനിയും ഗെയിമുകൾ ബാക്കിയുണ്ട്. 28 ഗോളുകൾ, ലീഗിൽ അദ്ദേഹം ഒന്നാമതാണ്. 18 അസിസ്റ്റുകൾ, ലീഗിൽ അദ്ദേഹം ഒന്നാമതാണ്. 46 ഗോൾ കോൺട്രിബ്യൂഷൻസ്, ലീഗിൽ അദ്ദേഹം ഒന്നാമതാണ്. ഓരോ 66 മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ, ലീഗിൽ അദ്ദേഹം ഒന്നാമതാണ്. 24 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, ലീഗിൽ അദ്ദേഹം അക്കാര്യത്തിൽ ഒന്നാമതാണ്. 120 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു, ലീഗിൽ അദ്ദേഹം ഒന്നാമതാണ്. 58 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, ലീഗിൽ അവിടെയും അദ്ദേഹം ഒന്നാമനാണ്. കഴിഞ്ഞില്ലെന്നേ, റെക്കോർഡ് തകർത്തിരിക്കുകയാണ് കുൻ അഗ്യൂറോയുടെ റെക്കോർഡ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ വിദേശ താരമെന്ന റെക്കോർഡ് അർജന്റീൻ സൂപ്പർ താരം അഗ്യൂറോയിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്നലെ ടോട്ടനാമിനെതിരെ ഗോളടിച്ചപ്പോൾ 185ാമത്തെ ഗോളായിരുന്നു അത് പ്രീമിയർ ലീഗിൽ. അതോടുകൂടി മോ സലാ ഹാസ് നൗ സ്കോർഡ് മോർ ഗോൾസ് ദാൻ എനി അതർ ഓവർസീസ് പ്ലെയർ ഇൻ പ്രീമിയർ ലീഗ് ഹിസ്റ്ററി എന്ന റെക്കോർഡായി. 185 ഗോളുകളുമായിട്ട് അദ്ദേഹം ഒന്നാമത്. സെർജിയോ അഗ്യൂറോ ഇപ്പോൾ രണ്ടാമതാണ്. അഗ്യൂറോയുടെ പേര് ചരിത്ര താളിൽ നിന്ന് അദ്ദേഹം അങ്ങ് വെട്ടിമാറ്റി എന്നർത്ഥം. 3ാം സ്ഥാനത്താണ് തിയറി ഹെൻറി. 175 ഗോളുകളാണ് പ്രീമിയർ ലീഗിൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. എന്തായാലും ഈജിപ്ഷ്യൻ കിങ് ഇപ്പോൾ പ്രീമിയർ ലീഗ് അടക്കി ഭരിക്കുകയാണ്.